ഇന്ന് പാർലമെന്റിനെ സംബന്ധിച്ച ഒരു നിർണായക ദിനമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിന്റെ നിർണായക ദിനമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. മുസ്ലിങ്ങളുടെ വാ മൂടിക്കെട്ടുവാനും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുമായി BJPയുടെ അജണ്ടയിൽ പിറന്ന വഖഫ് ബില്ല് ഇന്നാണ് സഭയിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് 12 മണിയോടുകൂടി ബില്ല് അവതരിപ്പിക്കും. വഖഫ് ബില്ല് കിരൺ റിജിജു ആയിരിക്കും അവതരിപ്പിക്കുക. 8 മണിക്കൂർ ചർച്ചയാണ് ഇതിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. പാർലമെന്റ് പ്രക്ഷുബ്ധമായ സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. കാരണം വഖഫ് ഭേദഗതി ബിൽ പരിഗണനയ്ക്കും പാസാക്കലിനും വേണ്ടി ആയിരിക്കും പ്രധാന ചർച്ച. ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും അവരുടെ MP-മാരുടെ സഭയിൽ സാന്നിധ്യം ഉറപ്പാക്കാൻ വിപ്പ് പുറപ്പെടുവിക്കും. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം പരിഗണനയ്ക്കും പാസാക്കലിനും വേണ്ടി വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുക. ഭരണകക്ഷിയായ BJP നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്കിലും ഇരുകക്ഷികളും ഉഭയകക്ഷി സമവായം രൂപീകരിക്കുന്ന ലക്ഷണങ്ങൾ കാണിക്കാത്തതുകൊണ്ട് തന്നെ അന്തിമ ഫലങ്ങൾ ബോർഡിലെ ഭൂരിപക്ഷ സംഖ്യകളെ അടിസ്ഥാനമാക്കി തീരുമാനിക്കപ്പെട്ടേക്കാം. BJPയും കോൺഗ്രസും പോലെ തന്നെ അവരുടെ സഖ്യകക്ഷികളും അവരുടെ എല്ലാ MP-മാർക്കും ഏപ്രിൽ 2, 3 തീയതികളിൽ പാർലമെന്റിൽ ഹാജരാകാൻ വിപ്പ് നൽകിയിട്ടുണ്ട്. വഖഫ് ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സമാജ്വാദ് പാർട്ടി ചീഫ് വിപ്പ് ധർമ്മേന്ദ്ര യാദവ് ലോകസഭയിലെ എല്ലാ MP-മാർക്കും ഏപ്രിൽ 2-ന് സഭയിൽ ഹാജരാകുവാനും വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കുവാനും 3 വരി വിപ്പ് പുറപ്പെടുവിച്ചു. മറുവശത്ത് വഖഫ് ബില്ലിനെ കുറിച്ചുള്ള തന്ത്രം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ ബ്ലോക്ക് നേതാക്കളും ചൊവ്വാഴ്ച പാർലമെന്റിൽ ഒരു യോഗം ചേർന്നിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ലോകസഭയിൽ ബിൽ അവതരിപ്പിച്ചിരുന്നു. തുടർന്ന് കൂടുതൽ പരിഗണനയ്ക്കായി ജഗദാംബിക പാലിന്റെ നേതൃത്വത്തിൽ ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചു. ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന KCBC നിലപാട് പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും ശക്തമായി എതിർക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ലോകസഭയിലും രാജ്യസഭയിലും ബില്ലിനെ ശക്തമായി എതിർക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ധാരണയായിരുന്നു. അതിൽ മുഴുവൻ ഇന്ത്യ സഖ്യ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് MP-മാരും രാഹുൽ ഗാന്ധിയും പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. CPIM MP-മാരോട് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതില്ല എന്നും സഭയിലെത്തി ബില്ലിനെ എതിർക്കുവാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ബില്ല് ഒരു വിഭാഗത്തിനും എതിരല്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബില്ല് പാസാക്കണമെന്ന ആത്മവിശ്വാസത്തിലാണ് ഭരണപക്ഷം. വിഷയത്തിൽ CPIM-നെയും കോൺഗ്രസിനെയും വിമർശിച്ച് കത്തോലിക്ക സഭ മുഖപത്രം ദീപികയും രംഗത്ത് വന്നിരുന്നു. ഇന്നലെ വഖഫ് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കവേ കോൺഗ്രസ് MP-മാർക്കെതിരെ പോസ്റ്ററും വന്നിരുന്നു. മുനമ്പം ജനതയുടെ പേരിൽ ഹൈബിയുടെ MP-യുടെ ഓഫീസ് പരിസരത്തായിരുന്നു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് MP-മാരുടെ ശ്രദ്ധയ്ക്ക് എന്ന തലക്കെട്ടിലാണ് പോസ്റ്റർ വന്നത്. വഖഫ് ബില്ലിനെ എതിർത്താലും ജയിച്ചെന്ന് കരുതേണ്ട എന്നാണ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. അതേസമയം വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കി തമിഴ്നാടും കർണാടകയും തങ്ങളുടെ എതിർപ്പുകൾ അറിയിച്ചു കഴിഞ്ഞു. വഖഫ് സ്വത്തുകൾ നിയന്ത്രിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലുമുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും പരിഹരിക്കുന്നതിനായി 1995-ലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യുക എന്നതാണ് ബില്ല് ലക്ഷ്യമിടുന്നത്.